വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഇൻട്രോയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഞാൻ ഡ്യൂട്ടി ചെയ്യുന്നിടത്താണ് കേട്ടോ, കോൾ സെൻറ്ററിലാണ്. അപ്പോൾ ഇന്നത്തെ സൺഡേ വ്ളോഗ് എനിക്ക് നൈറ്റ് കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങളായിരിക്കും കേട്ടോ. അപ്പോൾ സാധാരണ എന്നത്തെയും പോലെ എല്ലാ ഞായറാഴ്ചത്തെയും പോലെ തന്നെ ഞാൻ ചെന്നിട്ട് വേണം പിള്ളേരെ പള്ളിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ 8 മണിയാകുമ്പോൾ ഇറങ്ങിയിട്ട് വീട്ടിൽ ചെന്ന് അവരാക്കിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കാണാം. ഓക്കെ. ഡ്യൂട്ടി കഴിഞ്ഞ് യൂണിഫോമൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഡ്രസ്സിങ് റൂമിൽ നിന്ന് വരുന്നൊരു സീനാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ കൂടെയുള്ളൊരു കുട്ടീനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആൾ വന്നിട്ട് വേണം ഒരുമിച്ച് പോകാനായിട്ട്. അപ്പോൾ ഞാൻ പോകുന്ന വഴി പകുതി ദൂരം ആളും കൂടെ ഉണ്ടാവും. അപ്പോൾ ആളെ പകുതി ഡ്രോപ്പ് ചെയ്തിട്ട് വേണം എനിക്ക് പോകാനായിട്ട് കേട്ടോ. അപ്പോൾ ആളെ വെയിറ്റ് ചെയ്ത് നിന്നു. അങ്ങനെ ഞാൻ നേരെ വീട്ടിലേക്ക് വന്ന് കയറിയതും കുട്ടികൾ രണ്ടുപേരും കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കാറ്റീസത്തിന് പോകാനായിട്ട് സെറ്റായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വന്ന ടൈമും ഏകദേശം പള്ളിയിലേക്ക് പോകുന്ന അതേ സമയത്ത് തന്നെയാണ് ഞാൻ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ ഡ്രസ്സൊന്നും മാറിയില്ല, നേരെ വേഗം അവരെയും കൊണ്ട് ഞാൻ പള്ളിയിലേക്ക് പോയി. അവരെ പള്ളിയിലാക്കി കൊടുത്തു കേട്ടോ. ഇനി അവർ 11:30 കഴിഞ്ഞിട്ടേ അവർ വരുള്ളൂ. അങ്ങനെ ഞാൻ അവരെ പള്ളിയിലാക്കിയിട്ട് വരുന്ന വഴിക്കിന് ചിക്കൻ മേടിക്കാനായിട്ട് നിന്നു. അപ്പോൾ ചേട്ടൻ ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെയാണ് ചിക്കനൊക്കെ പോയി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പള്ളിയിൽ നിന്ന് വരുമ്പോൾ ചിക്കനൊക്കെ മേടിച്ചിട്ട് പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്ന് ചിക്കനൊക്കെ മേടിച്ചു. നല്ല തിരക്കായിരുന്നു. ചിക്കന് ഇപ്പോൾ റേറ്റ് കുറവാണ്, 85 ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഇന്ന് മേടിക്കുമ്പോൾ. അപ്പോൾ ചിക്കന് റേറ്റ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ മേടിച്ച് വരുന്ന വഴിക്ക് തന്നെ അതിലേക്ക് വേണ്ട കുറച്ച് പച്ചമുളകും അതേപോലെ പച്ചമുളക് വീട്ടിലുണ്ടായിരുന്നു, സബോളയും തക്കാളിയും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോഴാണ് കേട്ടോ ഈ പുളിമിഠായി കണ്ടത്. എനിക്കാണെങ്കിൽ ഇതെൻ്റെ ഫേവറേറ്റ് മിഠായിയാണ് കേട്ടോ പുളിമിഠായി. ഇതിൻ്റെ പല ടൈപ്പിൽ കിട്ടും. എനിക്ക് ഇതാണ് കുറച്ചും കൂടി ഇഷ്ടം. പഞ്ചസാര ഇങ്ങനെ ആ ബോളിൽ ഫുള്ള് പഞ്ചസാര ഇങ്ങനെ ഒട്ടിങ്ങിരിക്കുന്നുണ്ടോ, ഇതിനോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറയുമ്പോഴും വായിൽ വെള്ളമൂറും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക മധുരവും ഒരു പുളിയും ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഉപ്പും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ രാവിലെ കിട്ടിയ പാടെ തന്നെ ഞാനത് കഴിച്ചു. ഒരെണ്ണം കടയിൽ നിന്ന് വരുമ്പോൾ തന്നെ ഞാൻ വായിലിട്ടിട്ടാണ് കേട്ടോ വണ്ടിയിൽ നിന്ന് ഇവിടം വരെ വന്നത്. ഇവിടെ വന്നപ്പോൾ ബാക്കിയും കൂടി ഞാൻ വേഗം തിന്നു. 2 ഉണ്ണികൾക്ക് മാറ്റി വെച്ച് 3 ഞാൻ കഴിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ടു. ദോശ കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അമ്മ രാവിലെ ഞാൻ വരുന്നതിന് മുൻപ് രാവിലത്തെ ചായയുടെ പരിപാടികളൊക്കെ കഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ചട്നി അരച്ചിട്ടുണ്ടായിരുന്നു, ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ നേരെ പള്ളിയിലേക്ക് പോയിട്ടോ. അപ്പം ഞാൻ ദോശ ഇരുന്ന് കഴിക്കുകയാണ്. ചിക്കൻ മേടിക്കാൻ നിന്നോടത്ത് അത്യാവശ്യം സമയം പോയിട്ടുണ്ടായിരുന്നു. നല്ല ക്യൂ ആയിരുന്നു കേട്ടോ ചിക്കൻ മേടിക്കുന്നിടത്ത്. അപ്പോൾ ഞാൻ രാവിലത്തെ ദോശ കഴിക്കുകയാണ് കേട്ടോ. കാലത്ത് പിള്ളേരെ സ്കൂളിലേക്കൊക്കെ കൊണ്ടാക്കി വന്നിട്ട് ദോശ കഴിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഫുഡടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പതുക്കെ ചെയ്യാമെന്ന് തോന്നി. പിന്നെ വന്ന് കയറുമ്പോൾ തന്നെ നല്ല വയറുകത്തുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴല്ലോ ശരിക്കും നല്ല വിശപ്പിൻ്റെ വെളി വരുന്ന സമയമാണ്. നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ഈ ടൈമിൽ അങ്ങനെ വിശക്കില്ല കേട്ടോ. പക്ഷെ നമ്മളിങ്ങനെ പോയിട്ട് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നല്ല വിശപ്പാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഫുഡടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ വേഗം ഭക്ഷണം കഴിച്ച് പാത്രമൊക്കെ കൈയോട് കൂടി തന്നെ കഴുകി വെച്ചു. ഇനിയിപ്പം ചിക്കൻ വെക്കേണ്ട കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വേറെ അടിയും തോടിയും വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലീനിങ് ഒന്നും ഇല്ല. ഞാൻ 2-3 ദിവസം മുൻപ് ഫുള്ള് ഞാൻ ക്ലീൻ ചെയ്തതാണ് കേട്ടോ ഒരുവിധം എല്ലാ സ്ഥലങ്ങളും. പിന്നെയെന്ന് പറഞ്ഞാൽ നൈറ്റ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ടയേർഡാണ്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് വേഗം ഒന്ന് കുറച്ച് നേരം കിടക്കണം എന്നുള്ളൊരു മൈൻഡ് തന്നെയാണ് കേട്ടോ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്യാവശ്യം കുറച്ച് തുണികൾ കഴുകിടാനായിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം നമ്മൾ ചിക്കൻ കഴുകി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും നമ്മുടെ വാഷിംഗ് മെഷീനിലുള്ള തുണികൾ ഇവിടെയൊക്കെ റെഡി ആയിട്ട് വരും. അപ്പോൾ ഞാൻ അത് വേഗം മെഷീനിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ക്ലൈമറ്റ് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ. വെയിൽ കാണുന്ന സമയത്ത് തന്നെ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഇന്ന് വെയിൽ നാളെ മഴ, അതാണ് അവസ്ഥ. അപ്പോൾ എന്തായാലും വെയിൽ കിട്ടുന്ന സമയത്ത് അത് അവിടെ കിടന്നുണങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എല്ലാ കുട്ടികളുടെയും അത്യാവശ്യം കുറച്ച് തുണികൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ മെഷീനിൽ ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണേ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ സോപ്പും പൊടി നെസ്റ്റോന്ന് കേട്ടോ മേടിക്കുക. അവിടെ നിന്നാകുമ്പോൾ നമുക്ക് നല്ല ഓഫറിൽ കിട്ടും. ഇപ്പം ഞാൻ പൊടി കഴിഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഇവിടുന്ന് കടയിൽ നിന്ന് ചെറിയ പാക്കറ്റ് പൊടിയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. നെസ്റ്റോന്നാകുമ്പോൾ നമുക്ക് 4 കിലോ പൊടി 100 രൂപയുടെ അടുത്തേ വരുള്ളൂ കേട്ടോ. നെസ്റ്റോയിൽ നല്ല ഓഫറാണ്. ഇപ്പോൾ അത് സെയിം ഓഫർ ബിസ്മിയിൽ നടക്കുന്നുണ്ട്. നമുക്ക് 4 കിലോ സോപ്പും പൊടി കിട്ടും. കറക്റ്റ് 4 കിലോ സോപ്പും പൊടി എന്നൊക്കെ പറഞ്ഞാൽ എനിക്കിവിടെ വീട്ടാവശ്യത്തിലൊരു 45 ദിവസത്തോളം നിൽക്കും കേട്ടോ. അപ്പോൾ അത് കാരണം നമുക്ക് ഇങ്ങനെ ഈ കടയിൽ നിന്ന് ചെറിയ പാക്കറ്റ് മേടിക്കുന്നത് നമുക്ക് ഭയങ്കര നഷ്ടമാണ്. അപ്പം നെസ്റ്റോന്ന് ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് മേടിക്കുമ്പോൾ നമുക്ക് കുറേ നാളത്തേക്ക് കറക്റ്റ് ഒരു 45 ദിവസത്തിൻ്റെ അടുത്ത് നമുക്ക് നിൽക്കും കേട്ടോ.
അപ്പം ഞാൻ തുണികളൊക്കെ അതിൽ മെഷീനിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ ഞാൻ ചെറിയ കഷ്ണമാക്കാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല തിരക്കും അത്യാവശ്യം ക്യൂ ഉള്ളത് കൊണ്ട് അവർ അത്രയ്ക്കും ചെറിയ പീസ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് നമ്മൾ നല്ല മാംസമുള്ള പീസ് നോക്കിയിട്ട് ഞാൻ മാറ്റി വെക്കുകയാണ് കേട്ടോ. അതായത് എല്ലില്ലാണ്ട് മാംസം മാത്രമായിട്ടുള്ള പീസ് ഇവിടെ കറിയിൽ കിട്ടുന്നത് ആർക്കും വലിയ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഞാനത് സെപ്പറേറ്റ് മാറ്റി എടുത്ത് വെക്കുകയാണ്. കുറച്ച് ദിവസമായി കുട്ടികൾ ബർഗർ തിന്നണം എന്ന് പറയണം. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ ഒരു ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ്റെ പീസ് നമുക്ക് ആവശ്യമാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കുറച്ച് എടുത്ത് വെച്ചിട്ട് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ബർഗർ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീട്ടിലുണ്ടാക്കണ തട്ടിക്കൂട്ട് ബർഗർ ഉണ്ടാക്കി കൊടുക്കാനുള്ള പ്ലാനിങ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പീസുകൾ ഞാൻ അങ്ങനെ തന്നെ കഴുകി ഞാൻ ഫ്രീസറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ബാക്കിയുള്ള ചിക്കനും കാര്യങ്ങളൊക്കെ കഴുകി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുറച്ച് പീസുകളൊക്കെ ചെറുതാക്കാനുണ്ടായിരുന്നു. എനിക്ക് ഈ ചിക്കൻ കറിയിൽ അങ്ങനെ വലിയ വലിയ പീസായിട്ട് കിടക്കുന്നതിനോട് തീരെ താല്പര്യമില്ല. എനിക്കെന്നല്ല, വീട്ടിൽ പൊതുവേ ആർക്കും അങ്ങനെ താല്പര്യമില്ല. ചെറിയ പീസായിട്ട് കഴിക്കാൻ തന്നെയാണ് ഇഷ്ടം. അപ്പം ഞാൻ ആ പീസുകൾ വല്ലാതെ വലിപ്പമുള്ള പീസുകളൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കഴിഞ്ഞ കൊറോണ കാലത്ത് വീട്ടിൽ ഈ ചിക്കൻ്റെ പരിപാടി ഉണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ വെട്ടി കൊടുത്തിരുന്ന ആൾ ഞാനും ചേട്ടനും കൂടിയിട്ടാണ്. അപ്പം ഞങ്ങൾ രാവിലെ ഫാമിൽ നിന്ന് പോയിട്ട് ഞങ്ങൾ ചിക്കൻ എടുത്ത് കൊണ്ടുവന്നിട്ട് വീട്ടിൽ ഞങ്ങൾ വെട്ടി കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. കൊറോണ സമയത്ത് നമ്മളെല്ലാവരും വീടുകളിൽ പെട്ടൊരു സമയമാണല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊരു കാര്യമായിരുന്നു ചിക്കൻ വെട്ടി കൊടുക്കുക എന്നുള്ള പരിപാടി. ഞാൻ തന്നെയാണ്, ചേട്ടൻ ചെറിയ ചെറിയ ഓട്ടങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പോയി തുടങ്ങിയപ്പോൾ ഞാൻ തന്നെയാണ് ചിക്കൻ കൊല്ലലും അത് പീസാക്കലും കൊടുക്കലൊക്കെ ഞാൻ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് കേക്കിൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പം ഞങ്ങളിത് പൊതുവേ നിർത്തുകയാണ് ചെയ്തത്. പിന്നെ എനിക്ക് മെൻ്റലി ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് കുറച്ച് വിഷമമായിരുന്നു. കാരണം ഇങ്ങനെ നമ്മൾ കുറേ കോഴികൾ ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയല്ലേ. ഡെയിലി നമ്മൾ ശരിക്കും ഒരു 30-40 നമ്മൾ കൊല്ലും. അപ്പം എനിക്ക് സ്വയം തോന്നി ഇത് വേണ്ട, നിർത്താം എന്നുള്ളൊരു ഇത് തോന്നി. നമുക്ക് കോഴി മാത്രമല്ല കേട്ടോ, കാടിയും താറാവും എല്ലാം ഉണ്ടായിരുന്നു. പണ്ടത്തെ വീഡിയോസ് കാണുന്നവർക്കറിയാം നമ്മുടെ വീട്ടിൽ ഒരുവിധം എല്ലാ ജീവികളും ഉള്ള ഒരു വീടായിരുന്നു. ഇപ്പോഴാണ് ഒന്നും ഇല്ലാത്ത രീതിയിലായത് ഇപ്പോഴാണ്. പിന്നെ ജോലിക്കൊക്കെ പോണ കാരണം എനിക്ക് ഒന്നിനോട് സമയമില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും മേടിക്കണമില്ല, നോക്കണമില്ല കേട്ടോ. ഒരു ടർക്കി കോഴി ഉണ്ടായിരുന്നു കുറച്ച് നാൾ മുൻപ് വരെ. പിന്നെ അത് നമ്മൾ കൊടുത്തു. അപ്പോൾ ഇപ്പോൾ വേറെ ഒന്നുമില്ല. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്നത് റെൻറ്റിനാണല്ലോ വീട്ടിൽ. ഇപ്പോൾ നമുക്ക് ഇവിടെ തീരെ സൗകര്യമില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളിതേ ചിക്കൻ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ കൂട്ടി നന്നായിട്ട് തിരുമ്പി മിക്സ് ചെയ്ത് കുറച്ച് വേപ്പിൻ്റെ ഇലയൊക്കെ കൂട്ടി തിരുമ്പി വെക്കുകയാണ്. സാധാരണ ചിക്കൻ കറി വെക്കുന്ന പോലെ തന്നെയാണ് വെക്കണുള്ളൂ. വേറെ സ്പെഷ്യലായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. എങ്ങനെയെങ്കിലും കറി വെച്ചിട്ട് കുറച്ച് നേരം കിടന്നാൽ മതി എന്നുള്ളൊരു മൈൻഡ് മാത്രമേ ഉള്ളൂ. അതാണ് മെയിനായിട്ടുള്ള കാര്യം കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ മിക്സ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ നമ്മൾ ഈ ചിക്കൻ പണ്ടൊക്കെ നമ്മൾ വെട്ടി കൊടുക്കുന്ന സമയത്ത് നമുക്ക് കാണാം ഓരോ ചിക്കൻ്റെ ഉൾഭാഗത്തും കാണുന്ന ഓരോ ഇത്. കാരണം കൂടുതലും ഈ കുഞ്ഞ് ബ്രോയിലർ കോഴിക്കുട്ടികളെ കൊണ്ടുവന്നിട്ട് 2 മാസം കൊണ്ടൊക്കെയാണ് ഈ 2.5 കിലോ 3 കിലോ വെയിറ്റൊക്കെ ആക്കണ ഫാമുകാർ. അപ്പോൾ അവരും പറഞ്ഞിട്ട് കാര്യമില്ല, അവരവരുടെ ബിസിനസ്സിന് കുറച്ചും കൂടി ലാഭം കിട്ടാൻ വേണ്ടി അവർ ചെയ്യുന്നതാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും അധികം നാടൻ കോഴി കിട്ടുകയാണെങ്കിൽ കറി വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. പക്ഷെ നമുക്കിപ്പോൾ അതധികം കിട്ടില്ല. ബ്രോയിലറാണെങ്കിലും നമ്മളിപ്പോൾ മാസത്തിലൊരു 2-3 തവണയൊക്കെ ഉപയോഗിക്കുന്നത് തന്നെയാണ് ബെറ്റർ. അങ്ങനെ ഡെയിലി ചിക്കൻ കഴിക്കുന്നവരാണെങ്കിൽ കുറച്ച് ശ്രദ്ധിക്കുക. കാരണം കൂടുതലും ഈ ഹോർമോണും കാര്യങ്ങളും ഇഞ്ചക്ഷനൊക്കെ കുത്തിവെച്ചിട്ടുള്ള കോഴികൾ തന്നെയാണ്. നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ ചിക്കൻ സെൻറ്റർ പൊളിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ഓരോ പാർട്സുകൾ എടുക്കുമ്പോൾ നമുക്ക് കാണാം ചിലതൊക്കെ ഇങ്ങനെ വീർത്ത് മുട്ടി അല്ലെങ്കിൽ കുറേ വെള്ളം കെട്ടി നിൽക്കുന്ന ഇതൊക്കെ നമ്മൾ കാണാറുണ്ട് ഓരോ ചിക്കൻ്റെയൊക്കെ ഉള്ളിൽ. അതൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ചിക്കൻ കൊടുക്കുക. കാരണം പരമാവധി എടുക്കാൻ പറ്റാത്ത ഭാഗങ്ങളൊക്കെ ഞങ്ങൾ കട്ട് ചെയ്ത് കളയും. നമ്മളങ്ങനെ ഒരാൾക്ക് അത് കൊടുക്കുന്നത് ശരിയല്ലല്ലോ. പിന്നെ ചിക്കനൊക്കെ കഴുകിയിട്ടൊക്കെയാണ് കേട്ടോ ഞങ്ങളൊരു സമയത്ത് കൊടുത്തിരുന്നത്. നമുക്ക് തന്നെ മെൻ്റലി ഭയങ്കര ഒരു വിഷമമായിരുന്നു. ഇതല്ലേ നമ്മളിങ്ങനെ വെട്ടി കൊടുക്കണേ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ കൂടുതലും ചിക്കൻ്റെ പരിപാടി നിർത്താൻ തന്നെ കാരണം കേട്ടോ. പിന്നെ ഞങ്ങൾ താറാവ് കൊടുത്തിരുന്നു. അത് ഞങ്ങൾ തന്നെ നോക്കുന്ന താറാവ് തന്നെയായിരുന്നു. അതുപോലെ കാട കൊടുത്തിരുന്നു. അതൊന്നും നമുക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ കാടയ്ക്കായാലും തീറ്റ തന്നെയാണ് കേട്ടോ മെയിനായിട്ട്. അത് നമ്മളൊരു വീട്ടിൽ നിന്നാണ് കൊടുത്തിരുന്നത്. അവർ തീറ്റ മാത്രമേ കൊടുക്കുള്ളൂ വീട്ടുകാർ. അവിടെ നിന്നാണ് ഞങ്ങൾ കാട കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറച്ചിയായിട്ട് കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ താറാവ് നമ്മൾ വീട്ടിൽ നോക്കുന്ന താറാവിനെയാണ് കേട്ടോ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതും നമ്മൾ ഈ തവിടും അല്ലെങ്കിൽ ചോളത്തിൻ്റെ പൊടിയൊക്കെ കൊടുക്കുന്ന തീറ്റിനെ കൊടുക്കുന്നുള്ളൂ. പക്ഷേ ബ്രോയിലർ ചിക്കൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പിന്നെ ഞങ്ങൾ പണ്ട് മേടിച്ചിരുന്ന ഫാമിൽ നിന്ന് ഞങ്ങൾ ഒഴിവാക്കിയിട്ട് പിന്നെ വേറൊരു ഫാമിലേക്ക് മാറ്റി. അതൊരു ചേച്ചി നോക്കുന്ന ഒരു ഫാമാണ്. അത് നല്ല ഞങ്ങളവിടെ പോയി കുറേ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അവരുടെ ഭക്ഷണ രീതികളും അവർ
കൊടുക്കുന്ന രീതികൾ, നോക്കുന്ന രീതികളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയും ഇഷ്ടം. നമുക്ക് കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ എടുത്തിരുന്നത്. പക്ഷേ ആ കോഴിയുടെ ടേസ്റ്റും കുറച്ച് വ്യത്യാസമാണ്. നല്ല ടേസ്റ്റാണ്. ആ ചിക്കൻ കറി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ ചിക്കൻ മേടിക്കുന്നവർക്ക് അറിയാം. നമ്മൾ ചില കടകളിൽ നിന്ന് ചിക്കൻ മേടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ചിലയിടത്തു നിന്ന് മേടിക്കുമ്പോൾ കാണാം പെട്ടെന്ന് കുറേ വെള്ളം, നമ്മൾ കറി വെച്ചൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നിറച്ച് വെള്ളമായിട്ടുണ്ടാവും ചട്ടിയിൽ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ആ കോഴിയിൽ കുത്തിവെക്കുന്ന അത്രയ്ക്കും വെള്ളമാണ് കേട്ടോ പുറത്തേക്ക് വരുന്നത്. അതേ പിന്നെയാണ് ഞങ്ങൾ അങ്ങനെ ബ്രോയിലർ കൂടുതലും അങ്ങനെ നമ്മൾ ഇടയ്ക്കൊക്കെ മേടിച്ച് യൂസ് ചെയ്യുള്ളൂ. അങ്ങനെ സ്ഥിരമായിട്ട് ചിക്കൻ വീട്ടിൽ വെക്കുന്ന രീതിയും കുറവ് തന്നെയാണ്. വല്ല ബീഫോ അങ്ങനെയൊക്കെ എന്തെങ്കിലും മീനൊക്കെ മേടിക്കാന്നല്ലാണ്ട് ചിക്കൻ അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യുന്നത് അത്രയും നല്ലൊരു കാര്യമല്ല. നന്നായി ശ്രദ്ധിച്ചിട്ടൊക്കെ വേണം കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ അതേ ഞാൻ ചിക്കനിലേക്കുള്ള തക്കാളി അതുപോലെ ഈ പച്ചമുളക് ഇവിടെ വീട്ടിലുണ്ടായത് തന്നെയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ക്യാപ്സിക്കം ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. അത് ഞാൻ മൊത്തം ഇടുന്നുണ്ട്. എനിക്ക് ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ചിക്കനിൽ വരുന്നത് നല്ല ഇഷ്ടമാണ്. ആ ഗ്രേവിയൊക്കെ നല്ലൊരു തിക്ക് ഗ്രേവി ആവും കേട്ടോ. ഈ ക്യാപ്സിക്കം നന്നായി വെന്തുടഞ്ഞ് വരുമ്പോൾ നല്ല തിക്ക് ഗ്രേവി ആവും. പിന്നെ ഞാൻ കുറച്ച് ദിവസമായി വിചാരിക്കണം വീട്ടിലൊരു മന്തി ട്രൈ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ പരമാവധി പറ്റുകയാണെങ്കിൽ കുറച്ച് ദിവസത്തിനുള്ളൊരു മന്തി ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ. കുക്കർ മന്തി റെസിപ്പിയൊക്കെ ഞാൻ അങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട് യൂട്യൂബിൽ. അപ്പോൾ ഒന്ന് കുക്കർ മന്തി ഒരു ദിവസം ഉണ്ടാക്കി നോക്കണം എന്നൊരാഗ്രഹമുണ്ട്. എന്താവാവോ ഫ്ലോപ്പ് ആവുമോ എന്നറിയില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അതിന് വേണ്ട മയോണൈസും ചട്നിയും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് വീട്ടിലുണ്ടാക്കുക. മയോണൈസൊക്കെ ഉണ്ടാക്കാൻ നല്ല സിമ്പിളാണല്ലോ. അതേപോലെ ടൊമാറ്റോ സോസൊക്കെ വീട്ടിലുണ്ടാക്കാൻ നല്ല സിമ്പിളാണ്. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതിനേലും കുറച്ചും കൂടി ബെറ്ററാണ് നമ്മൾ വീട്ടിലുണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ. അത് നല്ലൊരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് വേണ്ട സബോള അരിഞ്ഞെടുക്കുകയാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വൈകിട്ട് ഇവിടെ നിന്ന് ഞായറാഴ്ച ദിവസങ്ങളിൽ നമുക്ക് 5 മണിക്കാണ് പഞ്ച് ചെയ്യേണ്ടത്. ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് 6 മണിക്ക് പോയാൽ മതി. അപ്പോൾ കുറച്ച് നേരം കിടന്നാലും പെട്ടെന്ന് എണീറ്റിട്ട് വേഗം പോകേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. എന്നാലും കുറച്ച് നേരം ഉറങ്ങണം. കാരണം ഇപ്പം തന്നെ ഏകദേശം ഒരു 11 മണി സമയം ആയിട്ടുണ്ട്. ഇനി 11:30 ആകുമ്പോൾ മക്കളെ എടുക്കാൻ പോകണം, പള്ളിയിലേക്ക് പോകണം. അപ്പോൾ ഈ പണി പകുതിയാക്കി വെച്ചിട്ട് വേണം എനിക്കിനി അതിന് പോകാൻ വേണ്ടിയിട്ട്. സൺഡേ ആയിക്കഴിഞ്ഞാലും ബിസിയാണ് കേട്ടോ. ഉച്ച വരയ്ക്ക് നല്ല ബിസിയാണ്. എനിക്ക് ഡ്യൂട്ടി ഇല്ലാത്ത ദിവസങ്ങളാണെങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഫ്രീ ആണ്, നമുക്ക് പോകണ്ടല്ലോ. പക്ഷേ ഈ നൈറ്റുള്ള ദിവസങ്ങളിൽ ഈ പറഞ്ഞ പോലെയാണ്, നമുക്ക് വൈകിട്ട് വീണ്ടും പോകേണ്ട കാരണം നമുക്ക് പെട്ടെന്ന് സമയം തീരുന്ന പോലെ തോന്നും. പിന്നെ ഞാൻ ചോറ് കുക്കറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ദേ വിസിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വിസിൽ ബാക്കി തുറന്ന് കളയാണ് കേട്ടോ. അല്ലെങ്കിൽ ചോറ് വേവ് കൂടും. പിന്നെ നമുക്ക് രാത്രിക്ക് കഴിക്കുമ്പോഴേക്കും ചോറ് പെട്ടെന്ന് നാശമാവും. അപ്പം ഞാൻ അതിൻ്റെ വിസിൽ മൊത്തം കളഞ്ഞിട്ട് അത്യാവശ്യം നന്നായി വെള്ളം ഒഴിച്ച് ഊറ്റണം. നമ്മൾ കുക്കറിൽ വെക്കുന്നത് കൊണ്ട് നന്നായി വെള്ളം ഒഴിച്ച് ഊറ്റിയില്ലെങ്കിൽ രാത്രി ആകുമ്പോഴേക്കും ഭയങ്കര ഒട്ടൽ ഫീൽ ചെയ്യും. ഞാനിപ്പോൾ റൈസ് കുക്കർ വീട്ടിൽ നിന്ന് ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതിലേക്കുള്ളൊരു കലം സെറ്റ് ചെയ്യണം. വീട്ടിൽ അതിന് പറ്റിയ കലം ഇല്ല. അപ്പം ഞാൻ അതിന് പറ്റിയൊരു സ്റ്റീൽ കലം മേടിക്കണം. 1 കിലോൻ്റെ റൈസ് കുക്കറാണ്. അപ്പം ഞാൻ വീട്ടിൽ പോയപ്പോൾ അവിടെ അമ്മ യൂസ് ചെയ്യില്ല. അപ്പച്ചന് താല്പര്യമില്ല റൈസ് കുക്കറിൽ വെച്ചിട്ടുള്ള ചോറിനോട്. ഇത്തിരി ഇഷ്ടം കുറവാണ് അപ്പച്ചന്. അപ്പം ഞാൻ അത് അവിടെ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അടിച്ചു മാറ്റിയതൊന്നല്ല കേട്ടോ, അമ്മ കൊണ്ടുപോകാൻ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വട്ടം പോയപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനി അതിന് പറ്റിയൊരു കലം ടൗണിൽ പോയിട്ട് മേടിക്കണം. അപ്പോൾ പിന്നെ തലേ ദിവസം വെച്ചിറക്കി കഴിഞ്ഞാൽ നമുക്കത് ഊറ്റി വയ്ക്കല്ലേ വേണ്ടു. സുഖമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ രാവിലെ ആയാലും നമ്മളൊരു 6 മണിക്കൊക്കെ എണീറ്റാലും നമുക്ക് ഒരു 8-8:30 ആകുമ്പോഴേക്കും ചോറാവും. പിന്നെ നല്ല എന്താ പറയുക, നല്ല അധികം വെന്ത് കുഴയാണ്ട് നല്ല ചോറ് കിട്ടും റൈസ് കുക്കറിൽ. ഇവിടെ പണ്ട് ആദ്യം റൈസ് കുക്കർ ആയിരുന്നു ഇവിടെ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നാളായിട്ടാണ് ഈ വലിയ കുക്കർ കിട്ടിയപ്പോൾ നമുക്ക് 1.5 കിലോ വരെ നമുക്ക് ഈ കുക്കറിൽ അരി ഇടാൻ പറ്റും. 12 ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ. അത്രയ്ക്കും സ്ഥലമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒറ്റയടിക്ക് ഒരുപാട് ചോറ് നമുക്ക് വെക്കണമെങ്കിൽ വെക്കാം. ഇത് പിന്നെ ഒരു ശീലമായി ഈ കുക്കറിൽ വെക്കൽ. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് വിറകുള്ള സമയത്ത് നമ്മൾ വിറകടുപ്പിലാണ് വെക്കാറ്. അപ്പോൾ കലത്തിൽ നമ്മൾ അരിയിടും. ഇപ്പോൾ ഈ വീട്ടിൽ നമുക്ക് വിറകടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വിറക് എന്ന് പറഞ്ഞാൽ ആ വീടിൻ്റെ അതുപോലെ നമുക്കിവിടെ വിറക് തീരെയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഫുള്ള് കുക്കറിൽ തന്നെ ആക്കിയത്. അതുപോലെ ദേ നമ്മുടെ ചിക്കൻ ഇവിടെ ദേ കറി ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കലത്തെ വീഡിയോ കുറച്ച് കട്ടായി പോയി. ഹലോ. അപ്പോൾ അങ്ങനെ ഊണയ്ക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ചിക്കൻ കറിയൊക്കെ ആയി. ഊണൊക്കെ കഴിച്ച് കുറച്ച് വീഡിയോ ഒക്കെ ഇതിൻ്റെ ഇടയിൽ നിന്നൊക്കെ പോയി. കാരണം എൻ്റെ ഇടയ്ക്കൂടെ മക്കളെ പിള്ളേരെ കൊണ്ടുവരാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു പള്ളിയിലേക്ക്. അപ്പോൾ അവർ വന്നപ്പോൾ തന്നെ വിശക്കണമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ വേഗം കറി കൂട്ടി അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു. അവരെ കൂടി ഇരുന്ന് ഞാനും കഴിച്ചു കേട്ടോ. കഴിച്ചു. ഇനിയിപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു സമയം 1 മണി ആവാറായിട്ടുണ്ട്. എനിക്ക് കുറച്ച് നേരം ഒന്ന് കിടന്ന് ഉറങ്ങണം. ഉറങ്ങി കഴിഞ്ഞിട്ട് വേണം എനിക്ക് വീണ്ടും നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാൻ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് 5 മണിക്ക് അവിടെ ഡ്യൂട്ടിക്ക് കയറണം. അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു 4:30 പോകണം. അപ്പോൾ ഇപ്പോൾ ഏകദേശം 1 മണി കഴിഞ്ഞു. ഇനി ഒരു 1.5-2 മണിക്കൂർ മാക്സിമം കിടന്നുറങ്ങി എണീറ്റ് ചായയൊക്കെ വെച്ച് വേണം എനിക്ക് 4:30 ആകുമ്പോഴേക്കും വീണ്ടും ഡ്യൂട്ടിക്ക് ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് നേരം സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങട്ടെ. മുഖമൊക്കെ ആകെ
തവിട് പൊടിയായി. കാരണം ഇത്ര നേരം കുറച്ച് ഉഷാറുണ്ടായിരുന്നു, ഇപ്പോൾ ഭയങ്കര ക്ഷീണമായി തുടങ്ങി. പിന്നെ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ഇങ്ങനെ തലച്ചിട്ടൊക്കെ തുടങ്ങി. കാരണം നമുക്ക് ഉറക്കത്തിൻ്റെ ക്ഷീണം വരുമ്പോൾ രാവിലെയൊക്കെ കുറച്ച് ഉഷാറുണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞ് ഇങ്ങനെ കുറേ നേരം നമ്മൾ സ്ട്രെയിൻ എടുത്ത് തുടങ്ങുമ്പോൾ തലച്ചിട്ടുന്ന ഒരു എഫക്റ്റ് വരും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കണം. ഇനിയിപ്പോൾ സുഖമായിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി എണീക്കുമ്പം സെറ്റ് ആവും കേട്ടോ, ക്ഷീണമൊക്കെ മാറി ഓക്കെ ആവും. അപ്പോൾ സുഖമായിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങട്ടെ. അത് കഴിഞ്ഞിട്ട് എണീറ്റിട്ടുള്ള വീഡിയോ കാണാം കേട്ടോ. പിന്നെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റു കേട്ടോ. എണീക്കില്ല, ഉറക്കമൊക്കെ കഴിഞ്ഞു. കുറച്ച് നേരം എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ചായ വെക്കണം, കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി വെക്കണം, എന്നിട്ട് വേണം പോകാനായിട്ട്. പിന്നെ എനിക്ക് നൈറ്റ് കൊണ്ടുപോകണതും ചപ്പാത്തിയാണ്. ചോറ് കൊണ്ടുപോയാൽ നാശമാവും കേട്ടോ. രാത്രി ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ എപ്പോഴാണ് ഭക്ഷണം കഴിക്കാൻ പറ്റുകയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ചോറ് കൊണ്ടുപോയാൽ പെട്ടെന്ന് ആകെ ഇതാവും, കേടായിപ്പോവും. അപ്പോൾ ചപ്പാത്തിയാണ് കൊണ്ടുപോകണത്. അപ്പോൾ അതിനുള്ള ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ചപ്പാത്തി കുഴയ്ക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. ബാക്കിയുള്ള വെള്ളത്തിൽ വേണം നമുക്ക് ചായ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കട്ടൻ ചായയാണ് കേട്ടോ, നല്ല ഇഞ്ചിട്ട കട്ടൻ ചായ. അത് നമ്മുടെ ഫേവറേറ്റ് ആണ്. ഉച്ചതിരിഞ്ഞാൽ നമ്മൾ ഇഞ്ചിട്ട കട്ടൻ ചായയാണ് കേട്ടോ ഇവിടെ വെക്കുകയുള്ളൂ. അപ്പം ഞാൻ രാവിലത്തെ അമ്മ ദോശ ഉണ്ടാക്കിയാൽ കുറച്ച് മാവ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് കൊണ്ടുപോകാനായിട്ട് ദോശ ഉണ്ടാക്കാം, ബാക്കി ചപ്പാത്തി ഉണ്ടാക്കാനുള്ള പ്ലാനിങ് ആണ്. എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കി കൊണ്ടുപോകാത്തത് വേറെ ഒന്നുമല്ല, നൈറ്റ് നമുക്ക് എപ്പോഴാണ് ഭക്ഷണം കഴിക്കാൻ പറ്റുക എന്നുള്ളത് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റുന്ന കാര്യമല്ല. ചിലപ്പോൾ നമ്മൾ ഫ്രീ ആവുകയാണെങ്കിൽ നമുക്കൊരു 9 മണി 9:30 ആകുമ്പോഴേക്കും പോയി കഴിക്കാം. പിന്നെ എന്തെങ്കിലും സാഹചര്യവശാൽ നമുക്ക് ആ സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിൽ, തിരക്കാവുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് 10, 10:30, 11 മണിയൊക്കെ ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ചോറ് കൊണ്ടുപോകൽ തന്നെ പരമാവധി ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ചോറ് ഒരു വിധം നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോറാകെ നാശമാവും. പല സമയങ്ങളിലും ചോറ് കൊണ്ടുപോയി കളയേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട് കഴിക്കാൻ പറ്റാണ്ട്. അതേ പിന്നെ ഞാൻ എന്തെങ്കിലും മാഗിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രെഡ് അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ദോശയോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമാണ് ഉണ്ടാക്കി കൊണ്ടുപോവുക കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ചപ്പാത്തി ആണെങ്കിൽ നമ്മുടെ ഈ ചപ്പാത്തി മുട്ടയും ചപ്പാത്തിയും കൂടെ ഇങ്ങനെ കുത്തിപ്പൊരിച്ചിട്ടൊക്കെ കൊണ്ടുപോകില്ലേ, അങ്ങനത്തെയൊക്കെ ആകുമ്പോൾ നാശമാവില്ല, നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. പിന്നെ എൻ്റെ മെയിൻ ഒരു ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കട്ടൻ കാപ്പി ഉണ്ടാക്കി കുടിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഫിൽറ്ററിൽ നിന്ന് നല്ല തിളച്ച വെള്ളം കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടുന്ന് ബ്രൂവിൻ്റെ കാപ്പിപ്പൊടി കൊണ്ടുപോകും. എന്നിട്ട് ഞങ്ങൾക്ക് അവിടെ ചായ കുടിക്കാൻ കപ്പുണ്ട്. അപ്പോൾ ആ കപ്പയിൽ ബ്രൂവിൻ്റെ കാപ്പിപ്പൊടി പഞ്ചസാര ഇട്ടിട്ട് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് 2 ആറ്റിയ നല്ല അടിപൊളി കട്ടൻ കാപ്പിയാണ്. അപ്പോൾ എൻ്റെ ഈ ട്രിക്ക് അവിടെ ഒരുവിധം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം രാത്രി ഒന്നും അവിടെ കാപ്പി കിട്ടാനുള്ള സംവിധാനങ്ങളില്ല. കാരണം നമുക്കവിടെ ക്യാൻറ്റീൻ മാക്സിമം 8 മണി ആകുമ്പോഴേക്കും ക്യാൻറ്റീൻ അടയ്ക്കും. അത് കാരണം പിന്നെ നമുക്കൊരു കാപ്പി കുടിക്കണം എന്ന് തോന്നി, ഇപ്പം നമ്മൾ ഉറക്കുളച്ചിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു കാപ്പി കുടിക്കണം എന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ രക്ഷയൊന്നുമില്ല. അപ്പം ഈ ഒരു ട്രിക്ക് ഞാൻ കണ്ടുപിടിച്ചപ്പോൾ പിന്നെ ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും ഒരുവിധം എല്ലാവരും ഇപ്പോൾ ഈ ഒരു ട്രിക്കുമ്പോഴാണ് കേട്ടോ. കാരണം ഇതൊരു നല്ല പരിപാടിയാണല്ലോ. പിന്നെ കട്ടൻ കാപ്പി തന്നെ നമുക്ക് കുടിക്കാൻ പറ്റുള്ളൂ, ചായ അങ്ങനെ പറ്റില്ല. കാരണം ചായ നന്നായി തിളയ്ക്കണമല്ലോ, കാപ്പി അങ്ങനെയല്ല. പിന്നെ ഇൻസ്റ്റൻറ്റ് കാപ്പി പൊടി കൊണ്ട് തന്നെ പറ്റുള്ളൂ കേട്ടോ, ബ്രൂ കാപ്പി പൊടി കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കോഫി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നല്ല കാപ്പിയാണ് കേട്ടോ. ഞാനിപ്പം അതാണ് എൻ്റെ ട്രിക്ക്. ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടൻ കാപ്പി ഇട്ട് കുടിക്കലാണ് പരിപാടി. രാത്രി നമുക്ക് ഉറക്കം വരാണ്ട് കുറേ നേരമൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അതൊരു നല്ലൊരു പരിപാടിയാണ്. ഇപ്പോൾ നമ്മുടെ ചപ്പാത്തി ഏകദേശം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ചപ്പാത്തി കൊണ്ടുപോകാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടിയാണ്. ചിലപ്പോൾ ഇത് രാത്രി ആകുമ്പോഴേക്കും വടി പോലെ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ചുട്ടോട് കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. ഇപ്പോൾ ഉണ്ടാക്കിയെടുത്ത് അപ്പം തന്നെയാണെങ്കിൽ അത്യാവശ്യം ഒരു സോഫ്റ്റ് ആയിട്ടിരിക്കും, നമുക്ക് ചൂട്ടോട് കൂടി കഴിക്കാൻ അത്യാവശ്യം നല്ല ചപ്പാത്തി തന്നെയാണ്. പക്ഷേ ഇരിക്കും തോറും, കുറേ നേരം ഇരിക്കും തോറും ചിലപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗം ഭയങ്കരമായിട്ട് ഹാർഡായി വരും. അപ്പോൾ പിന്നെ നമുക്ക് രാത്രി കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. പിന്നെ ഓൾറെഡി തലവേദനയാണ്, അതിൻ്റെ കൂടി ഇതും കൂടി ചവച്ച് വരുമ്പോൾ പല്ലും തലയൊക്കെ ഒരുവിധമാവും. അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറായില്ല. അതാണ് എനിക്ക് കൊണ്ടുപോകാൻ ദോശ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക.